വേൾഡ് ഹാർട്ട് ഡേ ഹൃദയ ആരോഗ്യത്തെക്കുറിച്ച് ലോകം മുഴുവൻ ബോധവാന്മാരാക്കുന്നതിനായി നാം ആചരിക്കുന്നൊരു ദിവസം. ഹൃദയത്തിൻ്റെ ആരോഗ്യമാണ് ശരീരത്തിൻ്റെ ആരോഗ്യം. ശരീരത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനായി പ്രത്യേക തരത്തിൽ ഒരു ചിട്ടപ്പെടുത്തിയ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്, ഒരു ജിംനേഷ്യത്തിൽ. ഈ ജിംനേഷ്യത്തിൽ നമ്മൾ ഒരാളെ പരിചയപ്പെടും. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന്, ശരീരത്തിൻ്റെ ആരോഗ്യത്തിന്, മസിൽസിൻ്റെ ആരോഗ്യത്തിന് എന്താണ് നാം ചെയ്യേണ്ടത്, എന്താണ് നാം കഴിക്കേണ്ടത്, എന്താണ് നാം ചെയ്തു കൂടാത്തത്, എന്താണ് നാം കഴിക്കേണ്ടാത്തത്, ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാം. ഗുഡ് മോർണിംഗ് പീറ്റർ ആശാൻ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. യെസ്, പീറ്റർ ആശാൻ നമ്മൾ സ്നേഹത്തോടെ വിളിക്കും, പക്ഷേ ഇദ്ദേഹം ഒരു ഡോക്ടർ പീറ്ററാണ്. അപ്പം ഡോക്ടർ പീറ്ററിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ആശാൻ തന്നെ പറയും. ഞാൻ മെഡിക്കൽ ഡോക്ടറല്ല, ഞാൻ ഫിറ്റ്നസ് ട്രെയിനിങ്ങിൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയുടെ ഓണററി PhD ഉള്ള ഡോക്ടറാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പീറ്റർ ആശാൻ തന്നെ കൂടുതൽ പറയും. ഓക്കെ, ആദ്യം തന്നെ ചോദിക്കട്ടെ, പീറ്റർ ആശാന് പ്രായം എത്രയുണ്ട്? എനിക്കിപ്പോൾ ഏകദേശം എങ്ങനെ പറയാൻ പറ്റും, എന്തായാലും ഞാൻ ചെറുപ്പക്കാരുടെ കൂടെയാണ് മത്സരിക്കാറ് കൂടുതൽ. ഞാൻ 50 വയസ്സിലാണ് മിസ്റ്റർ ഇന്ത്യ ആയത്. ഞാൻ ചെറുപ്പക്കാരോടൊപ്പം 56 വയസ്സ് വരെ മിസ്റ്റർ ഇന്ത്യൻ റെയിൽവേ ആയിരുന്നു ഏറ്റവും ചെറുപ്പക്കാരോടൊപ്പം. പിന്നെ അതായത് ഞാൻ പറയുന്നതിൻ്റെ കാരണം വെച്ചാൽ ഏത് ഏജിലും നമുക്ക് നമ്മുടെ ബോഡി ഏത് രീതിയിലും കീപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഇപ്പോൾ എത്ര പ്രായമുണ്ട്? ഇപ്പോൾ ഞാൻ അതിനുശേഷം ഞാൻ പറയാം, എനിക്കിപ്പോൾ 64 വയസ്സായി. 64 വയസ്സുകാരനാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഇന്ത്യൻ ടീമിലുണ്ട്. ഇന്ത്യൻ ബോഡി ബിൽഡിംഗ് ടീമിൽ നവംബർ 5-ാം തീയതി വേൾഡ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഗ്രേറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ കാരണം പ്രായം ചോദിക്കാൻ കാരണം, എൻ്റെ മുൻപിൽ വരുന്ന എൻ്റെ OP-യിലും എൻ്റെ ഓപ്പറേഷൻ തിയേറ്ററിലും വരുന്ന രോഗികളുടെ പ്രായം നമുക്ക് കാണുമ്പോൾ ഈ 64 വയസ്സുകാരൻ ഇങ്ങനെയല്ല പലരും ഇരിക്കാറ്. പക്ഷെ ഒരു 64 വയസ്സുകാരനും ഇങ്ങനെ ഇരിക്കാം എന്നതിൻ്റെ ഒരു തെളിവാണ് പീറ്റർ ആശാൻ. തീർച്ചയായിട്ടും. ഈ പ്രായത്തിൽ എങ്ങനെ നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നു? ഈ പ്രായത്തിലും ഇത്തരം ഒരു ജീവിതം സാധ്യമാണോ? തീർച്ചയായിട്ടും സാധ്യമാണ്. അതായത് മനുഷ്യന്, എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഒരു 100 വയസ്സ് വരെയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാം വേണമെങ്കിൽ. അതായത് പണ്ട് കാലത്ത് മനുഷ്യന് ഒത്തിരി വർക്ക് ഉണ്ടായിരുന്നു, ഓവർ വർക്കായിരുന്നു, ഫിസിക്കൽ അധ്വാനമായിരുന്നു, അതിനുള്ള ഫുഡ് കിട്ടില്ലായിരുന്നു. ഇന്ന് നേരെ തിരിച്ചാണ്. ഇന്ന് ഫുഡ് ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ ശരീരം അധ്വാനിക്കുന്നില്ല. ഇത് രണ്ടും ഒത്തുചേർന്ന് പോയാൽ ഒരു 100 വയസ്സ് വരെയൊക്കെ നല്ല ആരോഗ്യത്തോടെ ഇരിക്കും. ഞാനിപ്പോൾ 64 വയസ്സിൽ ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ ഞാൻ മത്സരിക്കാൻ പോവാണ്. അത് ഇത്രത്തോളം പോസിബിളാണെന്ന് ഞാൻ ലോകത്തിന് പ്രൂവ് ചെയ്ത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത്രത്തോളം പോസിബിലിറ്റി ഉണ്ട്. എല്ലാവരും ബോഡി ബിൽഡറായ മത്സരത്തിനോടൊന്നുള്ളതല്ല. അതായത് നമ്മുടെ ബോഡി ഒരു 19 വയസ്സ് വരെയെങ്കിലും നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഷേപ്പോടുകൂടി ഒരു രോഗങ്ങളും ഇല്ലാതെ, ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒന്നും ഇല്ലാതെ വേണമെങ്കിൽ കീപ്പ് ചെയ്യാം. പക്ഷെ നമ്മൾ അതനുസരിച്ച് പ്രകൃതി തീരുമാനിച്ചിരുന്ന കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ ജിമ്മിൽ വരുന്നതെന്ന് പറയുന്നത്, നമ്മൾ പലരും പറയുന്നത് മസിൽ പെരുപ്പിക്കാൻ അല്ലെങ്കിൽ എന്തോ കൃത്രിമ സംഭവമാണെന്നുള്ളൊരു ചിന്തയാണ് ഇന്ന് മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. ഇതൊരു കൃത്രിമമല്ല. നമ്മൾ എയ്തർ വി ഹാവ് ടു ഗോ ടു ദ ഫീൽഡ്, അവിടെ പോയിട്ട് നന്നായിട്ട് എല്ലാ ജോലികളും, ഭാരമുള്ള സാധനങ്ങൾ തലയിൽ പൊക്കുക, മരത്തിൽ കയറുക, ലോഡ് എടുക്കുക, താഴെ എടുത്ത് ലിഫ്റ്റ് ചെയ്യുക, ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ആയിരക്കണക്കിന് പ്രാവശ്യം നമ്മൾ ചെയ്തിരുന്ന ജീവികളാണ് നമ്മൾ. അതെല്ലാം നിർത്തി. അതായത് മനുഷ്യൻ്റെ ശരീരം വെറുതെ ഇരിക്കാനുള്ളതല്ല. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിനുള്ള ഭക്ഷണം കണ്ടെത്തുകയും ശരീരത്തിന് ആവശ്യമായ, മസിൽസിന് ആവശ്യമായ വർക്കൗട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു ബാലൻസിൽ നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും. പ്രായം എന്ന ആ ഒരു നമ്പറിനെ അകറ്റി നിർത്താനും സാധിക്കും. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് പീറ്റർ സാറ്. അപ്പോൾ ഇത്രയും സമയം പീറ്റർ സാറോട് കൂടി ചെലവഴിക്കാൻ പറ്റിയതിൽ സന്തോഷം. താങ്ക് യു.